ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് കേരള ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഡിസംബർ 7, 2024 നമ്മുടെ ചെസ് അപ്ഡേറ്റാണ്. നമുക്കറിയാം ലോക ചെസ് ഫൈനൽ നടന്നു വരികയാണ്. നിലവിലുള്ള ചാമ്പ്യനായ ചൈനയുടെ ഡെങ് ലിറൈനും ഇന്ത്യയുടെ 18 വയസ്സുള്ള ഡി ഗുഗേഷും തമ്മിലാണ് മത്സരം നടന്നു വരുന്നത്. ഇതുവരെയായി 10 ഗെയിമുകൾ പൂർത്തിയായി. അപ്പോൾ ഇന്ന് 10ാമത്തെ ഗെയിമാണ് നടന്നത്. ഇന്നത്തെ മത്സരവും സമനിലയിലായി. ആകെ 14 ഗെയിമുകളാണ് ഉള്ളത്. ആദ്യം 7.5 പോയിൻ്റ് ലഭിക്കുന്ന ആളായിരിക്കും അടുത്ത വർഷത്തെ ചാമ്പ്യൻ. അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ ഗെയിം ഡി ഗുഗേഷനായിരുന്നു. വെള്ളക്കരക്ക് ഗുഗേഷ് പരാജയപ്പെട്ടു. രണ്ടാമത്തെ ഗെയിം സമനിലയിലായി. മൂന്നാമത്തെ ഗെയിം ഡി ഗുഗേഷ് വിജയിച്ചു. പിന്നീടുള്ള 7 ഗെയിമുകൾ തുടർച്ചയായി സമനിലയിലായി. അപ്പോൾ ഇന്നലത്തെ ഗെയിമും ഇന്നത്തെ ഗെയിമൊക്കെ നമുക്കറിയാം വളരെ ആവേശകരമൊന്നും ആയിരുന്നില്ല. രണ്ടുപേരും വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് കളിച്ചത്. അതുകൊണ്ട് രണ്ടുപേർക്കും മിസ്റ്റേക്കൊന്നും സംഭവിച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ മത്സരം സത്യം പറഞ്ഞ ഒരു ബോറായിരുന്നു ഇന്നലത്തെ മത്സരം. ഇന്നത്തെ ഇതൊക്കെ കാണികൾക്കൊക്കെ ഒരു ബോറൻ സമനിലകളാണ് ഇന്നത്തെയും ഇന്നലത്തെയൊക്കെ. അതിന് മുമ്പ് നടന്ന സമനിലകളൊക്കെ വളരെയധികം ആവേശകരം ആയിരുന്നു. ഇന്ന് ലണ്ടൻ ഓപ്പണിംഗ് ആയിരുന്നു. അത് നമുക്കറിയാം ചൈനീസ് താരത്തിനായിരുന്നു വെള്ളക്കരുക്കൾ. അദ്ദേഹം ലണ്ടൻ ഓപ്പണിംഗ് എന്ന് പേരറിയപ്പെടുന്ന ഓപ്പണിംഗാണ് അവലംബിച്ചത്. ആദ്യമായിട്ട് D4 ആണ് നീക്കിയത്. അത് ക്യൂനിന് മുമ്പിലുള്ള പോണിനെ കാലാണ് 2 കോളം മുന്നോട്ട് നീക്കി. ഇതിന് മറുപടിയായി ഗുഗേഷ് നീക്കിയത് NF6 ആണ്. നൈറ്റിനടുത്ത് F6ലേക്ക് വെച്ചു. അപ്പോൾ ചൈനീസ് താരം അദ്ദേഹത്തിൻ്റെ നൈറ്റിനടുത്ത് F3ലേക്ക് വെച്ചു. അപ്പോൾ ഗുഗേഷ് അദ്ദേഹത്തിൻ്റെ ക്യൂനിന് മുമ്പിലുള്ള കാലാണ് 2 കോളം മുന്നോട്ട് നീക്കി. അപ്പോൾ ചൈനീസ് താരം ബിഷപ്പിനടുത്ത് F4ലേക്ക് വെച്ചു. ഗുഗേഷ് തൻ്റെ ഈയിലുള്ള പോണിനടുത്ത് E6ലേക്ക് നീക്കി. ഒറ്റ കോളം മുന്നോട്ട് നീക്കി. പിന്നെ അപ്പോൾ ചൈനീസ് താരം തൻ്റെ പോണിനെ E3ലേക്ക് നീക്കി. ഗുഗേഷ് അടുത്ത കാലാളിന് C5ലേക്ക് നീക്കി. ഇതിങ്ങനെ പോയി ഒരു മിഡിൽ ഗെയിമായപ്പോൾ രണ്ടുപേരും പരസ്പരം കരിക്കളൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു. അതോടെ നമുക്കറിയാം ഒരു 20 നീക്കമായപ്പോഴേക്കും ഇത് സമനിലയിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലായി. 36ാമത്തെ നീക്കത്തിന് ശേഷം ചൈനീസ് താരത്തിന് ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം സമനില ഓഫർ ചെയ്തു. ഗുഗേഷ് അത് സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ കളി പോയത്. അപ്പോൾ നമുക്കറിയാം ഒരുപാട് സമനിലകൾ വന്നാൽ കളി ബോറടിക്കുമെന്നറിയാം. ഏതായാലും ഒരു 1985 ഏറ്റവും കൂടുതൽ സമനിലകൾ കണ്ട ഒരു ഫൈനൽ മത്സരം എന്ന് പറയുന്നത്. അന്നത്തെ നിലവിലുള്ള ചാമ്പ്യനായിരുന്ന അനറ്റോളി കാർപ്പോവും അതുപോലെ ചലഞ്ചറായ ഗാരി കാസ്പറോവും തമ്മിലായിരുന്നു ഫൈനൽ മത്സരം. ഏതാണ്ട് 5 മാസത്തിലധികം നീണ്ടു നിന്നു ആ ഫൈനൽ മത്സരങ്ങൾ. 48 ഗെയിം കളിക്കേണ്ടി വന്നു അവരൊരു തീരുമാനത്തിലെത്താൻ. തുടർച്ചയായി സമനിലകൾ ആയിരുന്നു. ഇതിലവസാനം ഗാരി കാസ്പറോവ് വിജയിച്ചു. ഇത് കളിക്കാരുടെ ആരോഗ്യത്തെയൊക്കെ വഷളാക്കുന്നത് കൊണ്ടാണ് പിന്നീട് നടന്ന ഫൈനലിലൊക്കെ ഒരു ഗെയിമുകളുടെ കാര്യത്തിൽ ഒരു എന്താ പറയുക കൃത്യമായ എണ്ണം നിശ്ചയിച്ചത്. അങ്ങനെയാണ് ഇപ്രാവശ്യം 14 ഗെയിം എന്നൊരു തീരുമാനം ഉണ്ടായത്. അപ്പോൾ ഈ 14 ഗെയിമിൽ ആർക്കാണോ അധികം പോയിൻ്റ് കിട്ടുന്നത് അവരായിരിക്കും ചാമ്പ്യന്മാർ. ഈ 14 ഗെയിമിൽ തീരുമാനമായില്ലെങ്കിൽ പിന്നെ ടൈ ബ്രേക്കർ ആയിരിക്കും. റാപ്പിഡ് ഗെയിമൊക്കെ ആയിരിക്കും ക്ലാസിക്കൽ ഗെയിമിന് പകരം. അപ്പോൾ ഇത്രയൊക്കെയാണ് ചെസ്സിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.